അപ്പോൾ നമ്മൾ വടകരയിലാണുള്ളത്, മണിയൂർ എന്ന ഗ്രാമത്തിലാണുള്ളത്. മണിയൂർ എന്ന ഗ്രാമത്തിൻ്റെ വിശേഷം കേൾക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു പാട്ടുകാരി ഇവിടെയുണ്ട്. പോയോ പാട്ടുകാരി? ആരാ പാട്ടുകാരി? താങ്കളല്ലേ? മോളുടെ പേരെന്താ? മെർലിൻ. മെർലിൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിൽ. പരീക്ഷയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? EVS ഒന്നും കൂടി. മെർലിൻ കൂടുതൽ സംസാരിക്കുന്നത് കണ്ണുകൾ വഴിയാണ് അല്ലേ? മിടുക്കി. അപ്പം ഇനി എന്താ എക്സാം ഉള്ളത്? EVS ഉണ്ട്. EVS എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സയൻസ് അല്ലേ? എന്താ എൻവയോൺമെന്റൽ സയൻസ് ഉള്ളത്? എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ പഠിച്ചോ? എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ പഠിക്കത്തുള്ളൂ. എൻവയോൺമെന്റിനെയൊക്കെ നോക്കുവോ? ഈ മാലിന്യമൊക്കെ വീണ് കിടന്നാലേ, അതായത് വേസ്റ്റൊക്കെ വീണ് കിടന്നാൽ എടുത്ത് മാറ്റുമോ? മാറ്റാറുണ്ടോ? ചിലതൊക്കെയാണെങ്കിൽ എടുത്ത് മാറ്റും. ആ മാലിന്യം വലിച്ചെറിയുമോ? വലിച്ചെറിയത്തില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് മെർലിൻ കുട്ടിയുടെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് മണിയൂർ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളിലേക്കും രാഷ്ട്രീയ വർത്തമാനങ്ങളിലേക്കും വരാം. അപ്പോൾ മെർലിൻ പാട്ട് പാടിയാലോ? ഒരു വരി പാടിക്കോ. 1 2 3. നീ എൻ സംഗീതം, ഇനി നീ എൻ സല്ലാപം, നീ എൻ ശ്രീരാഗം, അലഞ്ഞൊറിയും അനുരാഗം, നിൻമിഴികളിലോറും സ്നേഹം, എൻ കനവിൽ നിറയും മോഹം, എൻ കൈകളിൽ ചേരും നേരം ഞാൻ പനിനീർ മലരാകും. മെഹബൂബ മേ തെരി മെഹബൂബ, മെഹബൂബ ഓ മേ തെരി മെഹബൂബ. ഓക്കെ, കൈ കൊടുക്കാം അല്ലേ? ഇത് ഏത് സിനിമയിലെ പാട്ടാ? മറന്നുപോയി. KGF. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു, റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇനി മറ്റൊരു ഗായകനുണ്ട്, സുനിൽ മുതുവന അല്ലേ? സുനിൽ മുതുവനെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയാണ്. നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് മണിയൂർ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ. ഇവിടെ മണിയൂർ ഗ്രാമത്തിൻ്റെ വിശേഷം നേരത്തെ എന്നോട് പങ്കുവെച്ചു. വളരെ പ്രത്യേകതകളുള്ള ഒരു ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ ഇത്രയും പ്രത്യേകതകൾ ഈ ഗ്രാമത്തിലുള്ളതായിട്ട് അറിയില്ലായിരുന്നു. മണിയൂർ ഗ്രാമത്തിൻ്റെ 2 പ്രത്യേകതകൾ പറയൂ. മണിയൂരിനെ അറിയപ്പെടുന്നത് വടക്കൻ കേരളത്തിൻ്റെ കൊടുങ്ങല്ലൂർ എന്നാണ്. അവിടെ മുതൽ തുടങ്ങാം. മണിയൂരിലെ ഇതൊരു കൈത്തറി ഗ്രാമമായിരുന്നു. എല്ലാ വീടുകളും ഞങ്ങൾ തിരുവനന്തപുരത്തൊരു കൈത്തറിയുണ്ട്, ബാലരാമപുരം. അത്ര പോരെങ്കിലും എല്ലാ വീടുകളിലും കൈത്തറി ഉണ്ടായിരുന്ന ഒരു കാലം. കൈത്തറിയുടെ ഓടമടികൾ കേട്ട് ഗ്രാമം ഉണർന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നത് അന്യം നിന്ന് പോയി. എങ്കിലും 200ഓളം കുടുംബങ്ങൾ ഇന്നും കൈത്തറിയിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, സഹകരണ സംഘങ്ങളിലായും അല്ലാതെയും. ആ കൈത്തറി ഗ്രാമങ്ങളിലെ തൊഴിലാളികൾ നെയ്ത് ജോലി ചെയ്ത് അവരുടെ മക്കളെ ഒക്കെ പഠിപ്പിച്ച് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള ഒരു ഗ്രാമമായി ഇത് മാറി. ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള ഒരു ഗ്രാമമായി മാറി. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള, മിക്കവാറും എല്ലാ വീട്ടിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെങ്കിലും സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 1-2 ഉദ്യോഗസ്ഥന്മാർ ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിലെ യുവശാസ്ത്രജ്ഞന്മാരിൽ അവാർഡ് കിട്ടിയ ആളും മണിയൂരിലാണുള്ളത്. ഓക്കെ, അത് രണ്ടാമത്തത്. ഇനി മറ്റൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മണിയൂരിലെ നാട്ടുകാർ പുറത്ത് പഠിക്കാൻ പോകും. പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഡിഗ്രി മാത്രമല്ല, വേറെ ചിലത് കൂടെ കൊണ്ടുവരും. അതുകൂടി ഒന്ന് പറഞ്ഞോ. ഞങ്ങൾ അത്രയും വിശാലമായി ചിന്തിക്കുന്ന ആളുകളാണ്. മതചിന്തകൾക്ക് അതീതമായി പ്രേക്ഷകർ കരുതിയിട്ടുണ്ടാവും അവിടുന്ന് വേറെ എന്തെങ്കിലും സാധനങ്ങൾ അടിച്ചോണ്ട് വരുന്നു. സാധനങ്ങളല്ല, ജാതി മത ചിന്തകൾക്ക് അതീതമായി ചിന്തിച്ച് ആളുകളെ കണ്ട് ആ രൂപത്തിലേക്ക് സ്നേഹബന്ധത്തിലൂടെ ഞങ്ങൾ വിവാഹം കഴിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞ അവിടുന്ന് കല്യാണം കഴിച്ചോണ്ട് വരും, അത്രേ ഉള്ളൂ. അവിടെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരും, ഇവിടുത്തെ കല്യാണം കഴിച്ചു. അതായത് മണിയൂരിലെ മരുമക്കളിൽ പലരും പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ നാടിനും മരുമക്കളെ നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ, ഏകദേശം 60 കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ ഈ പരിപാടി ഉണ്ട് ഇവിടെ. കാരണം അന്നൊക്കെ ഇവിടുത്തെ യാഥാസ്ഥിതികന്മാർ, ഞാൻ പറഞ്ഞു കേട്ടതാണ്, വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെതിരായി. അതുപോലെ തന്നെ ഈ ക്ഷേത്രപ്രവേശനത്തിന്, ഈ ക്ഷേത്രത്തിലേക്ക് മുഴുവൻ ആളുകൾക്കും പ്രവേശിക്കാൻ വേണ്ടി ക്ഷേത്രപ്രവേശന ജാഥ കൂടി നടന്നൊരു പ്രദേശമാണ് ഇത്. വളരെ വിപ്ലവമുള്ള ഒരു മണ്ണാണ്. കേളപ്പജിയുടെയും കേളുവാട്ടന്റെയും നേതൃത്വത്തിൽ ഇവിടത്തേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ആ മാർച്ച് നടത്തിയപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി അന്നത്തെ യാഥാസ്ഥിതികന്മാർ വടിമുറിച്ച് അടിക്കാൻ വന്ന ചരിത്രം കൂടെ ഉണ്ട്. അത് നോക്കൂ, ഓരോ ഈ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേ പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ എത്ര സമ്പന്നരാക്കുന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ മിശ്രവിവാഹിതരായ കുടുംബങ്ങളുള്ള കോഴിക്കോട്ടെ ഒരു പഞ്ചായത്ത് ഇതായിരിക്കും. പഞ്ചായത്തും ഒരു ഗ്രാമവുമാണ്. മിശ്രവിവാഹിതർ കൂടുതലുള്ളത്. അതായത് പ്രളയത്തിൽ ഇവിടെ വിലക്കൊന്നുമില്ല, ഒരു വിലക്കുമില്ല. മാത്രവുമല്ല, ഇപ്പോഴും ഒരുപാട് ആളുകൾ അതിന്
തയ്യാറായി നിശ്ചയിച്ച് ഇങ്ങനെ നോട്ടം വിട്ട് നിപ്പുണ്ട് അല്ലെ. ഇവിടെ തന്നെ ചില ആളുകളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടു ഒരു പ്രണയം. ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിലും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഗ്രാമമാണ്. അതായത് ഊറിവിലക്കോ ജാതി വിലക്കോ ഒന്നും ഈ ഗ്രാമത്തിലില്ല. ഓണർ കില്ലിംഗ് ഈ ഗ്രാമത്തിന്റെ ഒരു ഐഡന്റിറ്റി അല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മറ്റു ജാതി കല്യാണം കഴിച്ചാൽ ഒന്നും ഇവിടുത്തെ പ്രശ്നമല്ല. മിശ്രവിവാഹിതർ കൂടുതലുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഏകദേശം ആ സ്ഥലത്തിന്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഇത്തരം സ്ഥലങ്ങളാണ് നമ്മുടെയൊക്കെ രാഷ്ട്രീയ ബോധ്യങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം.